മനുഷ്യ സമൂഹത്തിന് കരുണ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ഇടപെടണേ ഖുർആനിൻ്റെ മറ്റൊരു വിളിയാളമാണ്. ലോകത്ത് പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ദാരിദ്ര്യം വർദ്ധിക്കുമ്പോഴാണ്, പട്ടിണി വർദ്ധിക്കുമ്പോഴാണ്. പട്ടിണിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇസ്ലാം എന്തു പറഞ്ഞു? പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാം വിളിക്കുകയാണ്, ഖുർആൻ വിളിക്കുകയാണ്, സമൂഹമേ അൻഫിഖു, ചെലവഴിക്ക്, നിങ്ങളുടെ കയ്യിൽ കെട്ടിപ്പൂട്ടി വെക്കല്ലേ, സകാത്ത് കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കൂ, കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നിങ്ങൾ തീർക്കൂ, കണ്ണീരൊപ്പാ നിങ്ങൾ കൈകോർക്കൂ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. വിശുദ്ധ റമദാനാണ്, ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടും ഞാനടക്കമുള്ള പുരുഷന്മാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, മരിക്കുന്ന നേരത്ത് പൊട്ടിക്കരയാതെ മരിക്കണോ? സകാത്തിൻ്റെ കണക്കൊന്ന് നോക്കിക്കോളണം. ശമ്പളത്തിൻ്റെ സകാത്ത് എത്ര? വരുമാനത്തിൻ്റെ സകാത്ത് എത്ര? സ്വർണത്തിൻ്റെ സകാത്ത് എത്ര? സ്വർണ്ണാഭരണത്തിൻ്റെ സകാത്ത് എത്ര? സ്വർണ്ണാഭരണത്തിന് സകാത്ത് കൊടുക്കണ്ട എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും നരകാഗ്നിയുടെ വളകൾ അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ അണിയിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന ചോദ്യം കേട്ടപ്പോഴേക്ക് പേടിച്ചുപോയ സ്വഹാബ വനിതകളുടെ ചരിത്രമാണ് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ആഭരണത്തിൻ്റെ കണക്ക് കൃത്യമായി നോക്കിക്കോ. 10 പവനിൽ കൂടുതൽ എത്രയുണ്ടെങ്കിലും സകാത്ത് കൊടുത്തോളൂ. 20 പവനുണ്ടെങ്കിൽ 9.5 പവന് സകാത്ത് കൊടുത്താൽ പോരാ, 20 പവനും കണക്ക് കൂട്ടി സകാത്ത് കൊടുക്കണം. കറൻസിയുടെ സകാത്ത് നോക്കണം, നമ്മുടെ വരുമാനത്തിൻ്റെ സകാത്ത് നോക്കണം. ഏതെല്ലാം മേഖലകളിൽ നമ്മൾ സകാത്ത് കൊടുത്തുകൊണ്ട് സമൂഹത്തിനോടുള്ള കടമ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പട്ടിണിയുടെ പേര് പറയാൻ പിന്നെ നമുക്ക് അർഹതയില്ല. പട്ടിണി നിർമ്മാർജ്ജനത്തിന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഖുർആൻ വിളിച്ചു പറയുന്ന വിളിയാളമാണ്. ധനികരെ, സമ്പത്തിൻ്റെ കണക്ക് നോക്കൂ, സകാത്ത് കൊടുക്കൂ, സദഖകൾ വർദ്ധിപ്പിക്കൂ. സദഖകൾ കൊണ്ട് നിങ്ങളുടെ മുതലൊട്ടും കുറയില്ല, ബറക്കത്ത് കൂടുകയേ ഉള്ളൂ. സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെ അറിയണം, അനാഥകളെ അറിയണം, അഗതികളെ അറിയണം, രോഗികളെ അറിയണം. നമ്മുടെ സമൂഹത്തിലതാ പിന്നോക്കം നിൽക്കുന്ന എത്രയെത്ര രോഗികളാണ്. ഓട്ടിസം ബാധിച്ച് കിടക്കുന്ന എത്രയോ വീടുകളിൽ എത്രയെത്ര കുഞ്ഞുമക്കളാണ്. ഉമ്മാനെ തിരിച്ചറിയുന്നില്ല, ഉമ്മ വിളിക്കുമ്പോൾ എന്തിനാ വിളിക്കുന്നത് എന്നറിയില്ല, പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഓട്ടിസം ബാധിച്ച എത്രയോ കുട്ടികളുള്ള ഉമ്മമാര് നമ്മുടെ വീടുകളിലുണ്ട്. കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരത്തിൽ ഒരു മോനോ ഒരു മോളോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളും ആ വീട്ടിലെ ബന്ധപ്പെട്ട ആളുകളും അനുഭവിക്കുന്ന മാനസികമായ പ്രയാസം എത്രയാണെന്ന് അതുള്ള കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങൾ ബാധിച്ചിട്ടുള്ള മക്കൾക്കൊക്കെ ശിഫ നൽകുകയും അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ മാസമാണ്, സദഖയുടെ മാസമാണ്. സദഖകൾ അധികരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നാലാകുന്ന ഒരു പങ്ക് ഞാനും നൽകിയാൽ അത് സമൂഹത്തിന് ഞാൻ ചെയ്യുന്ന ഒരു സേവനമായിരിക്കും. സർവോപരി എൻ്റെ പരലോക സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കും.